ഹലോ, വെൽക്കം ടു ബെൻസിൽ റാങ്ക് ബൂസ്റ്റർ സീരീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ESR സ്പെക്ട്രയാണ്. അതായത് ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയുടെ ഭാഗമായിട്ടുള്ള ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് എന്ന് പറയുന്ന ESR സ്പെക്ട്രയിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിരിക്കുന്നത് 2025 ജൂലൈ CSR എക്സാം എന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. The total number of lines expected in the EPR spectrum of copper 2+ complex shown below. ഒരു മോളിക്കൂൾ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ESR സ്പെക്ട്രയിൽ എത്ര പീക്ക് ഉണ്ടെന്നാണ് ചോദ്യം. നിങ്ങൾ ഇതേപോലുള്ള ഞങ്ങൾ ചെയ്യുന്ന പോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ വീഡിയോയുടെ പ്രാധാന്യം എന്താണെന്ന് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അതേപോലുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് ESR സ്പെക്ട്രയിൽ നിന്ന്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് ESR സ്പെക്ട്രയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ESR സ്പെക്ട്ര തരുന്നത്, എങ്ങനെയാണ് ESR സ്പെക്ട്ര നമ്മൾ കിട്ടുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു മോളിക്കൂൾ ESR സ്പെക്ട്ര കാണിക്കാനുള്ള കണ്ടീഷൻ നമ്മൾ പറയാറുള്ള എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിലാണ് മോളിക്കൂൾ ESR സ്പെക്ട്ര കാണിക്കുക. അപ്പോൾ NMR ആയിട്ട് വളരെ സിമിലർ ആണ് ESR സ്പെക്ട്ര എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. NMR ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ആണ്, ESR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് ആണ്. അതായത് രണ്ടും എന്താണ്, ന്യൂക്ലിയസിൻ്റെ സ്പിന്നാണ് NMRൽ നോക്കുന്നതെങ്കിൽ ഇലക്ട്രോണിൻ്റെ സ്പിന്നാണ് നമ്മൾ ESR സ്പെക്ട്രയിൽ നോക്കുന്നത്. ബേസിക് പ്രിൻസിപ്പിളൊക്കെ സെയിം ആണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ കാണുന്ന NMRലെ പോലെ തന്നെ ESR സ്പെക്ട്രയിൽ എന്തുണ്ട്, ഫൈൻ സ്പെക്ട്ര ഉണ്ട്, അതേപോലെ ഹൈപ്പർ ഫൈൻ സ്പെക്ട്ര ഉണ്ട്. അപ്പോൾ ഫൈൻ സ്പെക്ട്ര എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഫൈൻ സ്പെക്ട്ര ഇൻ ESR എങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്? ഇപ്പോൾ ഒരു റാഡിക്കൽ CH3 പോലുള്ള റാഡിക്കലിൻ്റെ കേസിലാണ് നമ്മൾ ESR സ്പെക്ട്ര പറയാം. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രക്ചർ വരയ്ക്കണം. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു കാർബണിൻ്റെ മുകളിൽ 3 ഹൈഡ്രജൻ, ഒരു ഫ്രീ ഇലക്ട്രോൺ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ മോളിക്കൂൾ ESR ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫൈൻ സ്പെക്ട്ര എങ്ങനെയാണ്? ഫൈൻ സ്പെക്ട്ര കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫൈൻ സ്പെക്ട്ര തരിക, എത്ര ഇലക്ട്രോൺ ഉണ്ട്. സാധാരണ കേസിൽ റാഡിക്കൽസ് ഒക്കെ ആണ് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്, എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ ഫൈൻ സ്പെക്ട്ര പറയുക. അപ്പോൾ ഫൈൻ സ്പെക്ട്രയിൽ എങ്ങനെയുണ്ടാവുക, നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് ഒരു സ്പെക്ട്ര തരിക. ഇതിൻ്റെ പിക്ചർ ഇങ്ങനെയാണ് ഏകദേശം നമ്മുടെ സ്പെക്ട്രയുടെ രൂപം, അതായത് ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഫൈൻ സ്പെക്ട്ര ഉണ്ടാവുക. ഈ ഫൈൻ സ്പെക്ട്രനെ എത്ര ആക്റ്റീവ്, NMR ആക്റ്റീവ് ന്യൂക്ലിയസ് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ ഇപ്പം എന്താണ്, ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എന്താണ് നമുക്കറിയാം, പ്രോട്ടോൺ, NMR ആക്റ്റീവ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ അത് ESRൽ സ്പെക്ട്ര തരും. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് തരിക, ഹൈപ്പർ ഫൈൻ സ്പെക്ട്ര തരിക. ഓക്കെ, ഹൈപ്പർ ഫൈൻ സ്പെക്ട്ര കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, 2Ni+1 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ N എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ആക്റ്റീവ് ന്യൂക്ലിയസ് ആണ്. I എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയർ സ്പിൻ കോണ്ട നമ്പർ ആണ്. അതായത് ഹൈഡ്രജൻ്റെ I വാല്യൂ നമുക്കറിയാം, I വാല്യൂ ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ, നമ്മൾ NMRൽ ഉപയോഗിക്കുന്ന അതേ I വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ I 1/2 ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആക്റ്റീവ് ന്യൂക്ലിയസ് ആണ്. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം എന്താ വരിക, നമ്മുടെ ഇക്വേഷൻ 2 × N എന്ന് പറയുന്നത് 3 ആണ്. 3 × 1/2 + 1, ഇതാണ് ഹൈപ്പർ ഫൈൻ സ്പെക്ട്രയുടെ. അപ്പോൾ എത്ര ഉണ്ടാവുക, 4. അപ്പം നമുക്ക് ഹൈപ്പർ ഫൈൻ സ്പെക്ട്ര ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ മോളിക്കൂളിൻ്റെ സ്പെക്ട്ര നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് 4 പീക്കായിട്ട് മാറും. അപ്പോൾ ഈ ഒരു പീക്കിനെ 3 ഹൈഡ്രജൻ എന്താക്കിയിട്ട് മാറ്റും, 4 പീക്കായിട്ട് മാറ്റും. ഇങ്ങനെയാണ് നമുക്ക് ഹൈപ്പർ ഫൈൻ സ്പെക്ട്ര നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പീക്സ് ഫോർ ദിസ് CH3 ഡോട്ട് എന്ന് പറയുന്ന ഈ മോളിക്കൂളിൽ നമുക്ക് കിട്ടുന്ന പീക്കുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 4 പീക്സ് എന്നാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ESR സ്പെക്ട്ര കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇത് നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് ഇനോർഗാനിക് മോളിക്കൂൾ ഈ ഐഡിയ മതി. പക്ഷേ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ അല്ല ഉണ്ടാവുക, ഒന്ന് കൂടുതൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര പീക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. ഓക്കെ, നമുക്ക് അവിടെയാണ് നമ്മൾ ക്രാമേഴ്സ് ഡീജനറസി ഒക്കെ വരുന്നത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഒന്ന് കൂടുതൽ
അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് എങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് D1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്, ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. അപ്പം എസ് എന്താ വരിക, സ്പിൻ ക്വാണ്ടം നമ്പർ ±½ ആണ് വരിക. അപ്പം ഇതെന്താണ്, ±½ ആണ് ഉണ്ടാവുക. ഇത് നോർമലി ഇൻ ദി ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഡീജനറേറ്റ് ആയിരിക്കും. അതായത് രണ്ട് ഇതിനും ഒരേ എനർജി ആയിരിക്കും. ±½ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക, ±½ ഇത് B = 0. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലും 0 ആവും. എന്ത് ചെയ്യും, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, -½ +½ ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഹിയർ B is greater than 0. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പറയുക. എന്നിട്ട് നമ്മുടെ സെലക്ഷൻ റൂൾ എന്താണ്, ഡെൽറ്റ MS എന്താണ് വരിക, ±1. ഇതാണ് നമ്മുടെ സെലക്ഷൻ റൂൾ വരുന്നത്. അപ്പം ഈ -1 -½ +½ ഒരു എക്സൈറ്റേഷൻ കൊണ്ട് നമുക്ക് ഒരു പീക്ക് കിട്ടും. ഇനി D2 സിസ്റ്റം ആണ് എങ്കിൽ എന്താ വരിക, S = ±1 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ നമ്മൾ നേരത്തെ വരച്ച പോലെയല്ല, 3 എനർജി ലെവൽ ഉണ്ടാവും. 0 ± 1 ഉണ്ടാവും. ഇതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക, ഇത് ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ -1 0 +1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പീക്കുകൾ കിട്ടുക, ഇങ്ങനെ ഒരു പീക്ക് ഉണ്ടാവും, ഇങ്ങനെ ഒരു പീക്ക് ഉണ്ടാവും. അപ്പോൾ 2 പീക്കുകൾ ഉണ്ടാവും, 2 പീക്സ് ഉണ്ടാവും. ഓക്കെ, ഇനി D3 ആണ് സിസ്റ്റം എങ്കിൽ എങ്ങനെ വരിക, D3 ആണ് എങ്കിൽ S = ±3/2 ±1/2 ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇങ്ങനെ ഉണ്ടാവും, ±3/2 ±1/2 ഇങ്ങനെ രണ്ടാണായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് B = 0 ആണ്. ഇത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് -3/2 -1/2 +1/2 +3/2 ഇങ്ങനെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 3 പീക്കാണ്. ഓക്കെ, ഇങ്ങനെ 3 പീക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്, പറയാൻ പോകുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഇതെന്താണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ B എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ആണ്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻറ്റിലും ഇവിടെ ഡീജനറസി 4 ഒരേ എനർജി അല്ല ഇവിടെ ഉള്ളത്. ഈ 2 പെയറായിട്ടാണ് നിൽക്കുന്നത്. ഒരു പെയർ ഇങ്ങനെയും രണ്ടാമത്തെ പെയർ ഇങ്ങനെയും. അങ്ങനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ തന്നെ ഇങ്ങനെ പെയറായിട്ട് ഡീജനറേറ്റ് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രാമേഴ്സ് ഡീജനറസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, 0 ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് വിളിക്കും. 0 ഫീൽഡിൽ തന്നെ സ്പ്ലിറ്റിംഗ് വിളിക്കും. ഇതിനെ നമ്മൾ 0 ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് വിളിക്കും. ആ പെയറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രാമേഴ്സ് ഡീജനറേറ്റ് പെയർ എന്ന് വിളിക്കും. ഇതിനാണ് ക്രാമേഴ്സ് ഡീജനറസി എന്ന് വിളിക്കുക. ഇത് എപ്പോഴും കാണപ്പെടുന്നത് എപ്പോഴാണ്, ഓഡ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോഴാണ്. ഓക്കെ, ഓഡ് നമ്പർ D3 D5. അതിലിപ്പോൾ നമുക്ക് സാധാരണ നമ്മളിപ്പോൾ D ഓർബിറ്റൽസിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ D1 എന്ന് പറയുമ്പോൾ ആകെ 2 എനർജി ലെവൽ ഉണ്ടോ, അത് നമുക്ക് പറയാൻ പറ്റില്ല. D3 D5 ഓഡ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ വരുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ 3 അൺപെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോഴും 5 അൺപെയ്ഡ് ഇലക്ട്രോൺ വരുമ്പോഴും ഇവിടെ 0 ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാവും, ക്രാമേഴ്സ് ഡീജനറസി ഉണ്ടാവും. ഇങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് വരിക. ഇപ്പം നമ്പർ ഓഫ് പീക്സ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്, ഇവിടെ 3 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ക്രാമേഴ്സ് ഡീജനറസി എന്ന് പറയുക. ഇനി നമ്പർ ഓഫ് പീക്സ് എന്ന് പറയുന്നത്, ഇനി ഇതുവരെ ഞാൻ വരച്ചെന്ന് D1 ആണെങ്കിൽ 1 പീക്ക്, D2 ആണെങ്കിൽ 2 പീക്ക്, D3 ആണെങ്കിൽ 3 പീക്ക് എന്നാണ് പറയുക. അപ്പം നമ്പർ ഓഫ് പീക്സ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ESR സ്പെക്ട്രയിൽ ഈവൺ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണെങ്കിൽ അത് ESR ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഈവൺ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണെങ്കിൽ ESR ഇനാക്റ്റീവ് ആയിരിക്കും. ഓഡ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതാണ് ESR ആക്റ്റീവ് ആയിട്ടുണ്ടാവുക. നമ്പർ ഓഫ് പീക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ.
പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, if number of unpaired electron is even, no ESR. ഓക്കെ, ഇത് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് അത്രയും പീക്സ് ആണ് ഫൈൻ സ്പെക്ട്രയിൽ വരിക. ഹൈപ്പർ ഫൈൻ സ്പെക്ട്രയിൽ വരുന്നത് അടുത്ത ആക്റ്റീവ് ന്യൂക്ലിയസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സെൻട്രൽ ആറ്റം എന്താണ്? കോപ്പർ ആണ്. കോപ്പർ എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? കോപ്പർ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ കോപ്പർ 2+ എന്ന് പറഞ്ഞാൽ എന്താണ്? D9 സിസ്റ്റം ആണ്. ഇപ്പം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ എത്രയാണ് വരിക? അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1 വരും. ഓക്കെ, അപ്പോൾ ഫൈൻ സ്പെക്ട്ര എങ്ങനെ ഉണ്ടാവുക? ഫൈൻ സ്പെക്ട്ര എങ്ങനെയുണ്ടാവുക? ഫൈൻ സ്പെക്ട്രയിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ ഒരു പീക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? ഹൈപ്പർ ഫൈൻ നോക്കണം. ഹൈപ്പർ ഫൈൻ നോക്കുമ്പോൾ ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇലക്ട്രോൺ കൊണ്ട് ഈ പീക്ക് ഉണ്ടായി. ഇനി അതിന്റെ ന്യൂക്ലിയസ്, അതായത് കോപ്പറിന്റെ ഇലക്ട്രോൺ ആണ് നമുക്ക് ഫൈൻ സ്പെക്ട്ര തന്നത്. ഹൈപ്പർ ഫൈൻ സ്പെക്ട്രക്ക് തരാൻ സാധ്യതയുള്ള എന്താണ്? അതിന്റെ ന്യൂക്ലിയസിന് സാധ്യതയുണ്ട്. അപ്പം ന്യൂക്ലിയസിന്റെ ഐ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം 2Ni+ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, 2Ni+1 × 2Ni+1. ഇതെങ്ങനെയാണ് ഞാൻ 2Ni+1 × 2Ni+1 എടുത്തതെന്ന് വെച്ചാൽ ഇതെന്താണ്? ഈ 2Ni+1 കോപ്പറിന്റെ N-ഉം കോപ്പറിന്റെ I ആണ്. ഇതെന്താണ്? നൈട്രജന്റെ N-ഉം നൈട്രജന്റെ I വാല്യൂ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ 2 × എത്ര കോപ്പർ ഉണ്ട്? ഒരു കോപ്പർ. കോപ്പറിന്റെ I വാല്യൂ എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 3/2 തന്നിട്ടുണ്ട്. 3/2 + 1. ഓക്കെ, ഇനി നൈട്രജൻ്റെതോ? 2 × നൈട്രജന്റെ എണ്ണം എത്രയാണ്? 2 നൈട്രജൻ ഉണ്ട്. 2 × നൈട്രജന്റെ I വാല്യൂ തന്നിട്ടുണ്ട് 1 + 1. ഇതാണ് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും എത്ര വരിക? 4 × ഇവിടെ എത്ര വരിക? 2 × 2 + 1 എന്ന് പറഞ്ഞാൽ 5 = 20 വരും. അപ്പോൾ നമ്പർ ഓഫ് പീക്സ് ഈ ഫൈൻ സ്പെക്ട്രയെ ഈ നൈട്രജനും കോപ്പറിന്റെ ന്യൂക്ലിയസും നൈട്രജന്റെ ന്യൂക്ലിയസും കൂടിയിട്ട് 20 പീക്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. അവിടെ ആൻസർ 20 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു ചോദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു നൈട്രജൻ്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ആക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ NMR ആക്റ്റീവ് ആണ്. അപ്പം I വാല്യൂ ഉള്ളതാണ് ഹൈഡ്രജന്. അങ്ങനെയാണ് ഈ ഹൈഡ്രജൻ ഇതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡ്രാഗോസ് റൂൾ എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ കോപ്പറിനോട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നൈട്രജൻ ആക്റ്റീവ് ആണ് എങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഹൈഡ്രജൻ അതിൽ പങ്കെടുക്കില്ല. അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു വെക്കേണ്ട ആവശ്യകത. ഇപ്പം നമ്മൾ ഇത് 2025 ജൂലൈയിൽ വന്നതാണ്. ഇനി അടുത്ത എക്സാമുകളിലും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ പ്രീവിയസ് ആയിട്ട് വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇത് നമ്മുടെ CSIR എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് 2025 ചോദിച്ചത്. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള എക്സാമിന് വളരെ യൂസ്ഫുൾ ആവും. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇതാണ് ഒരു ചോദ്യം. ദി ടോട്ടൽ നമ്പർ ഓഫ് ഫൈൻ ആൻഡ് ഹൈപ്പർ ഫൈൻ EPR ലൈൻസ് എക്സ്പെക്റ്റഡ് ഫോർ ഒക്ടാഹീഡ്രൽ ഹൈ സ്പിൻ Mn2+ കോംപ്ലക്സ് R. ഓക്കെ, അപ്പം ഞാൻ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തരാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് EPR സ്പെക്ട്രം ഓഫ് Mn2+ കോംപ്ലക്സ് ആണ്. Mn-ൻ്റെ ഹൈ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം Mn ആണ്. Mn2+ എന്ന് പറഞ്ഞാൽ എത്രയാണ്? D5 സിസ്റ്റം ആണ്. D5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് ഫൈൻ സ്പെക്ട്ര എത്ര ഉണ്ടാവും? ഫൈൻ സ്പെക്ട്രയിൽ എത്ര പീക്ക്? 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 5 പീക്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. 5 പീക്സ് ഉണ്ടാവും. ഇത് ഫൈൻ സ്പെക്ട്ര. ഇനി ഇതിൻ്റെ മാംഗനീസിൻ്റെ ന്യൂക്ലിയസ് ആക്റ്റീവ് ആണ്. ഇതിനെ മാംഗനീസിൻ്റെ ന്യൂക്ലിയസ് എത്രയായിട്ട് സ്പ്ലിറ്റിരിക്കും? ഹൈപ്പർ ഫൈൻ ആണ് വരിക. ഹൈപ്പർ ഫൈൻ എത്രയാണ് വരിക? 2Ni+1. അപ്പോൾ എത്ര കിട്ടുക? 2 × 1 × ഒരു ന്യൂക്ലിയസ് ആണ്. I വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 5/2 + 1 എന്ന് വെച്ചാൽ എത്ര വരിക? 6 വരും. ദാറ്റ്സ് ഈക്വൽ 6. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പീക്സ് എത്ര വരിക? ടോട്ടൽ നമ്പർ ഓഫ് പീക്സ് ഈക്വൽ ടു 5 × ഹൈപ്പർഫൈൻ × ഫൈൻ × ഹൈപ്പർഫൈൻ 5 × 6 ഈക്വൽ ടു 30 വരും. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടുക?
ഫൈൻ സ്പെക്ട്രയിൽ എത്ര പീക്കാണ്? 5 പീക്സും ഹൈപ്പർ ഫൈനിൽ 30. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് CSIR പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റൻ ആണ് 3യും. നിങ്ങളിത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ CSIR എക്സാമുകൾ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം കാണാം.